ഇറ്റലിക്ക് അന്താരാഷ്ട്ര കരാട്ടെ മത്സരങ്ങളിൽ ഒട്ടേറെ സമ്മാനങ്ങൾ നേടിക്കൊടുത്ത കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരി ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്നു. ഉന്നതമായ സ്ഥാനമാനങ്ങൾ നേടാമായിരുന്നിട്ടും അതെല്ലാം ക്രിസ്തുവിനു വേണ്ടി വേണ്ടെന്ന് വെച്ച എലേന ശ്രദ്ധേയമാവുകയാണ്. ബ്ലാക്ക് ബെൽറ്റിനു പകരം ഫ്രാൻസിസ്കൻ സന്യാസ ചരട് ബന്ധിച്ച കഥയാണ് എലേന ടുച്ചിറ്റോയുടേത്. ഇപ്പോൾ ബദനിയിലെ ഫ്രാൻസിസ്കൻ സഭാംഗമാണ് എലേന. യൗവനത്തിൽ എലേനയുടെ കരാട്ടെ വീര്യം ഇറ്റലിക്ക് ആഗോള മത്സരങ്ങളിൽ ശ്രദ്ധേയമായ സമ്മാനങ്ങൾ നേടിക്കൊടുത്തു. കരാട്ടെ ജീവിതം ഉപേക്ഷിച്ച് ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിലേക്ക് മാറുമ്പോഴും ആ കായിക കലയിലെ സാമർഥ്യം എലേന ഉപേക്ഷിച്ചിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ എലേനയ്ക്ക് ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. തന്റെ സഹോദരിയാണ് തനിക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ ശക്തിയും പ്രോത്സാഹനവും തന്നതെന്നും കൂദാശകളിൽ സംബന്ധിക്കാനുള്ള പ്രേരണ നൽകിയതെന്നും എലേന പറയുന്നു. ദിവ്യബലിയിൽ ചേച്ചിയോടൊപ്പം പോകാൻ ചേച്ചി നിർബന്ധിക്കുകയും ഒപ്പം പ്രാർത്ഥനയ്ക്കിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കരാട്ടെ മത്സരങ്ങളിൽ നിന്ന് ലഭിച്ച അച്ചടക്കം ആത്മീയതയും ഉൾവലിയാനുള്ള ചൈതന്യവും നേടാൻ സഹായകമായി. അത്ലറ്റിക് ശക്തി നിരവധി ജീവിത മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ ഉപകരിച്ചുവെന്നും പിന്നീട് ബ്രസീലിലെ തന്റെ മിഷനിൽ ഇത് ഫലപ്രദമായെന്നും എലേന പറയുന്നു. ഒരു ദിവസം തങ്ങളുടെ വാട്ടർ ടാങ്കിൽ ഒളിച്ചിരുന്ന കള്ളനെ പോലീസെത്തും മുമ്പ് കീഴ്പ്പെടുത്തിയതും ഏറെ ശ്രദ്ധേയമായിരുന്നു. കഠിനമായ നിമിഷങ്ങളിൽ എലേനയുടെ ബദനിയിലെ ഫ്രാൻസിസ്കൻ സമൂഹം ഇറ്റാലിയൻ പട്ടണമായ ടെർലിസിയിൽ ഏറ്റവും ആവശ്യമുള്ളവരെ സഹായിക്കാനായി വളരെയേറെ ശ്രമങ്ങൾ നടത്തിയതും ശ്രദ്ധേയമായിരുന്നു. തന്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന കുരിശ് രക്ഷയുടെ അടയാളമായി എലേന എടുത്തുകാട്ടുന്നു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, വത്തിക്കാൻ.